പ്രേസ് ലോർഡ് ദൈവനാഥൻ മഹത്വണ്ടായിരിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഹല്ലേലൂയ. എല്ലാവരും ശുഭമായിരിക്കുന്ന കർത്താവിൽ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ വേദോസ്ത അടിസ്ഥാനത്തിൽ ഏതിനെല്ലാം വിഷയത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കണമെന്ന് ഹല്ലേലൂയ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം, അനേക വിഷയങ്ങളുണ്ട്. നമ്മൾ എല്ലാ വിഷയങ്ങളും സ്തോത്രത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ പരവേൽപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഹല്ലേലൂയ. ദൈവ അടിസ്ഥാനത്തിൽ ഹല്ലേലൂയ സ്തോത്രം 5 കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കതിനെ ചിന്തിക്കാം. ഒന്നാമതായി ശരീര സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. സ്തോത്രം. സങ്കീർത്തനം 103:3 പറയുന്നു, ഞാൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കും. ഹല്ലേലൂയ. മോചിക്കുന്നു. നിന്റെ സകല രോഗങ്ങളെയും ഞാൻ സൗഖ്യമാക്കും. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തു പറയാണ്, ഞാൻ നിന്റെ അകൃത്യമൊക്കെയും ഹല്ലേലൂയ മോചിക്കും, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. നമുക്ക് അനേക ഹല്ലേലൂയ രോഗങ്ങൾ കടന്നു വരാം. സ്തോത്രം. ഈ ലോകത്തിൽ നാം ജീവിക്കുന്ന നമ്മുടെ ശരീരം ഹല്ലേലൂയ ബലഹീനമാണ്. ഈ ശരീരത്തിന് ഹല്ലേലൂയ പല വിധത്തിലുള്ള രോഗങ്ങൾ കടന്നു വരാം. എന്നാൽ ഏത് രോഗത്തെയും സൗഖ്യമാക്കുവാൻ എൻ്റെ കരത്തിന് ശക്തി ഉണ്ടെന്ന് ദൈവവചന അടിസ്ഥാനത്തിൽ പറയുന്നത്. ദൈവത്തിൻ്റെ കരം ഹല്ലേലൂയ നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ സൗഖ്യമാക്കി ഹല്ലേലൂയ സ്തോത്രം ദൈവനാമ മഹത്വത്തിനായി തീർക്കും. എന്നാൽ ചില സൗഖ്യങ്ങൾ പെട്ടെന്ന് വന്നിരിക്കത്തില്ല. സ്തോത്രം. എല്ലാത്തിൻ്റെയും പിൻപിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. എല്ലാം ദൈവനാമ മഹത്വത്തിനും ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മളെ ഹല്ലേലൂയ പക്വതയിലേക്ക് ഹല്ലേലൂയ സ്തോത്രം നമ്മളെ ഹല്ലേലൂയ സ്തോത്രം കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് ഹല്ലേലൂയ സ്തോത്രം അതിൻ്റെ എല്ലാം പിന്നിൽ ദൈവനാമം മഹത്വപ്പെടുവാൻ ഇടയായിത്തീരും. ഒന്നാമത് നമ്മുടെ ഹല്ലേലൂയ ശരീര സൗഖ്യത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കണം. നമ്മുടെ ശരീരത്തിന് സൗഖ്യമുണ്ടെങ്കിൽ മാത്രമേ നാം ഹല്ലേലൂയ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. ശരീരത്തിന് സൗഖ്യമില്ലെങ്കിൽ വേദനയിലും ഹല്ലേലൂയ ഭാരത്തിലും നാം ആയിരുന്ന സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിൻ്റെ കൃപയില്ലാതെ നമ്മൾ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന താവേ എൻ്റെ ശരീരത്തിന് സൗഖ്യം തരണമേ. ഹല്ലേലൂയ സ്തോത്രം. ശരീര സൗഖ്യം ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. രണ്ടാമത് പറയുകയാണ് സ്തോത്രം ഹല്ലേലൂയ ദേശത്തിന് സൗഖ്യം. ഹല്ലേലൂയ. 2 ദിനവൃത്താന്തം 7-14 പറയുന്നു, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗ്ഗങ്ങളെ വിട്ടു തിരിയുന്നുവെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാവം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. അപ്പോൾ നാം താമസിക്കുന്ന ദേശം ഹല്ലേലൂയ സൗഖ്യമുള്ളതായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ സമാധാനമുള്ളതായിരിക്കണം. അവിടെ ഹല്ലേലൂയ സന്തോഷമുള്ളതായിരിക്കണം. അവിടെ താമസിക്കുന്ന ജനം പാപം ഹല്ലേലൂയ വിട്ട് കഴിഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം ദൈവത്തെ ആരാധിക്കുന്നവരും ദൈവത്തെ അന്വേഷിക്കുന്നവരുമായ ബുദ്ധിമാന്മാരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ ഹല്ലേലൂയ ഒരു സംഭവം ഓർക്കുന്നു. ഞാനൊരു ദേശത്ത് ഹല്ലേലൂയ കടന്നു ചെന്നു. ഹല്ലേലൂയ സ്തോത്രം. അവിടെ എല്ലാ വർഷവും അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ ഹല്ലേലൂയ വർഷവും അവിടെ ആത്മഹത്യ നടക്കുമായിരുന്നു. സ്തോത്രം. അപ്പോൾ എനിക്ക് ഹൃദയത്തിൽ വളരെ ഭാരം വന്നു. കർത്താവേ, എല്ലാ വർഷവും ഇവിടെ എന്തോ ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്നു. എപ്പോഴും കേൾക്കാം അവിടെ ഒരാൾ തൂങ്ങി മരിച്ചു, അല്ലെ ഒരാൾ ഇങ്ങനെ മരിച്ചു. ഹല്ലേലൂയ. എനിക്ക് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, നീ ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. സ്തോത്രം. വളരെ ഹല്ലേലൂയ നാളുകളായി ഇപ്പോൾ അവിടെ മരണമൊന്നും ഹല്ലേലൂയ സ്തോത്രം ആത്മഹത്യ നടക്കുന്നില്ല. സ്തോത്രം. നാം പ്രാർത്ഥിച്ചാൽ നാം താമസിക്കുന്ന ദേശത്ത് എന്താണോ പ്രശ്നം ഹല്ലേലൂയ ആ പ്രശ്നത്തെ ദൈവം ഏറ്റെടുത്ത് ആ ദേശത്തിന് സൗഖ്യമാക്കുവാൻ ഇടയായിത്തീരും. സ്തോത്രം. നാം താമസിക്കുന്ന ഇടത്ത് സമാധാനം തരുവാൻ ദൈവത്തിന് കഴിയും. ഏത് വിഷയമാണോ നാം താമസിക്കുന്ന ഇടത്ത് ഞെരുക്കുന്നത്, പാപമാണോ, ആ പാപം മാറിപ്പോവാൻ നാം പ്രാർത്ഥിച്ചാൽ ദേശത്തിന് മേൽ സൗഖ്യമുണ്ടാകും. നമ്മുടെ ദേശം സൗഖ്യമാകുവാൻ ഹല്ലേലൂയ അവിടുത്തെ രോഗങ്ങൾ മാറുവാൻ അവിടുത്തെ ജനത്തിൻ്റെ ഭാവസ്വഭാവങ്ങൾ മാറുവാൻ ദൈവത്തിലേക്ക് തിരിയുവാൻ നാം പ്രാർത്ഥിക്കണമെന്ന് ദൈവവചനം പറയുന്നു. മൂന്നാമതായി സ്തോത്രം നമുക്ക് വേണ്ടുന്ന ആത്മാവിൻ്റെ സൗഖ്യം. ഹല്ലേലൂയ. സങ്കീർത്തനം 41:4 പറയുന്നു, യഹോവേ എന്നോട് കൃപ തോന്നി എന്നെ സൗഖ്യമാക്കണമേ, നിന്നോടല്ലോ ഞാൻ പാപം ചെയ്തു എന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പോൾ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എന്നോട് കൃപ തോന്നി സ്തോത്രം എന്നെ സൗഖ്യമാക്കണേ, നിന്നോടല്ലോ ഞാൻ പാപം ചെയ്തിരിക്കുന്നെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നമ്മുടെ ആത്മാവിൽ നാം പാപം ചെയ്യുമ്പോൾ നമുക്ക് ആത്മാവിൽ സൗഖ്യമില്ല. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ സന്തോഷം നഷ്ടപ്പെട്ടു പോകും. ആ ആത്മാവിന് സൗഖ്യമുണ്ടാകണമെങ്കിൽ, സമാധാനം ഉണ്ടാകണമെങ്കിൽ, സന്തോഷമുണ്ടാകണമെങ്കിൽ ഹല്ലേലൂയ അവിടെ സൗഖ്യം ഹല്ലേലൂയ തരണമെങ്കിൽ നാം പാവങ്ങളെ ഏറ്റുപറയണം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വസ്ഥത കെടുത്തുന്ന, നമ്മുടെ സമാധാനം കെടുത്തുന്ന, ദൈവമായി കണക്ട് ചെയ്യാൻ കഴിയാതെ വേണം പരിശുദ്ധാത്മാവിനെ തടസ്സപ്പെടുത്തുന്ന എല്ലാ പാപ സ്വഭാവങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയി അവിടെ സൗഖ്യമുണ്ടാകുവാൻ വേണ്ടി ഹല്ലേലൂയ ദൈവസന്നിധി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം.
നാലാമത് പറയുകയാണ് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹൃദയ സൗഖ്യം. ഹല്ലേലൂയ, സ്തോത്രം. ഹൃദയ സൗഖ്യം നമുക്ക് ആവശ്യമാണ്. സ്തോത്രം. യെശയ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു, ഈ ജനം കണ്ണുകൊണ്ട് കാണുകയോ ചെവി കണ്ട് കേൾക്കുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനസ്സ് തിരിഞ്ഞ് സൗഖ്യം പ്രാപിക്കുകയോ ചെയ്യാതിരിക്കേണ്ടെന്ന് നീ അവരുടെ കണ്ണ് ഹല്ലേലൂയ അവരുടെ ഹൃദയം തടിപ്പിക്കുകയും അവരുടെ ചെവി മന്ദമാക്കുകയും അവരുടെ കണ്ണ് അടച്ചു കളയുകയും ചെയ്തു. സ്തോത്രം. അവിടെ വായിക്കുന്നു, അവരുടെ ഹൃദയം എന്തുവാ? അവർക്ക് സൗഖ്യം വേണ്ട. സ്തോത്രം. അവർ ദൈവവചനം കേൾക്കണമെന്ന് അവർക്ക് ആഗ്രഹമില്ല. ദൈവത്തിനെതിരായി സംസാരിക്കുന്നു. ഹല്ലേലൂയ. അവർ ഹൃദയം എന്ത് ചെയ്തു? തടിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അവർ ദൈവത്തിന്റെ വചനം കേൾക്കും മുഖം തിരിച്ചു കളയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആ ഹൃദയങ്ങൾ തുറക്കുവാൻ, ദൈവവചനത്തിലേക്ക് കടന്നു വരുവാൻ, ദൈവത്തിലേക്ക് കടന്നു വരുവാൻ, ഹൃദയങ്ങളെ സൗഖ്യമാക്കുവാൻ പ്രാർത്ഥിക്കണം. ചിലർ ഹല്ലേലൂയ ദൈവവചനം കേൾക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം അവർ ഹൃദയത്തെ കടുപ്പിക്കും. ഹല്ലേലൂയ അവർക്ക് അതിനോട് ദേഷ്യം തോന്നും. ഹല്ലേലൂയ സ്തോത്രം. സൗഖ്യമില്ലാഞ്ഞിട്ടാണ്. കാരണം ഹല്ലേലൂയ നിത്യത നഷ്ടപ്പെട്ടു പോകുവാൻ പിശാച് അവരുടെ കണ്ണിനെ കുരുടാക്കിയിരിക്കുന്നു. നാം ദൈവമക്കളെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിത്വങ്ങളോടും ദൈവനാമത്തിൽ ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുകയാണ്. നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഹല്ലേലൂയ പാപ സ്വഭാവങ്ങൾ കടന്നു വരാം. നാം മരിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ നിത്യതയിലേക്ക് കടന്നു പോകണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും പാപങ്ങളെ ഉപേക്ഷിച്ച് ഒരു വിശുദ്ധ ജീവിതം നയിച്ചവൻ മരിച്ചാൽ അവൻ ഉയർക്കുവാൻ ഇടയായിത്തീരും. നമ്മുടെ ഹൃദയം കടുത്തു പോരുത്. ദൈവവചനം കേൾക്കുമ്പോൾ ദൈവമക്കൾക്കെതിരായി, ദൈവദാസന്മാർക്കെതിരായി, വേദപുസ്തകത്തിനെതിരായി സ്തോത്രം ഹല്ലേലൂയ സംസാരിക്കാവുന്നവരായി തീരാതെ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഹല്ലേലൂയ ദൈവത്തോട് പറയണം, കർത്താവ് ഇവർ പറയുന്നത് സത്യമെങ്കിൽ ഹല്ലേലൂയ ഇതിനകത്ത് ഹല്ലേലൂയ ഒരു കഴമ്പുണ്ടെങ്കിൽ, ഇതിനകത്തൊരു മർമ്മമുണ്ടെങ്കിൽ എൻ്റെ ഹൃദയത്തോട് നീ സംസാരിക്കണമേ, എന്നെ എനിക്കത് കാണിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഇത് ഹല്ലേലൂയ യഥാർത്ഥ സത്യമെന്ന് മനസ്സിലാകുവാൻ ഇടയായി തീരും. അപ്പോൾ നമ്മുടെ ഹൃദയത്തിന് സൗഖ്യം ആവശ്യമാണ്. ഹല്ലേലൂയ. 5-ാമത് പറയുന്നു സ്തോത്രം പിന്മാറ്റത്തിൽ നിന്നൊരു സൗഖ്യം ആവശ്യമാണ്. ഹോശേയയുടെ പുസ്തകം 14-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. എൻ്റെ കോപം അവനെ വിട്ടുമാറിയിരിക്കാൻ ഞാൻ അവനെ ഔദാര്യമായി സ്നേഹിക്കും. അപ്പോൾ നാം ദൈവത്തെ സ്നേഹിക്കും. നമ്മൾ പറയും, ഞാൻ ദൈവത്തിന് മരിക്കാൻ തയ്യാറാണ്, ഞാൻ എല്ലാം തരുന്നു സ്തോത്രം. എന്നാൽ പലപ്പോഴും നാം ദൈവത്തെ മറന്ന് ഹല്ലേലൂയ ദൈവവചനം വായിക്കാതെ, ദൈവത്തെ ആരാധിക്കാതെ, ദൈവത്തോട് പ്രാർത്ഥിക്കാതെ, ദൈവമായി സ്തോത്രം ഹല്ലേലൂയ ഇന്റിമസി ഇല്ലാതെ നാം ജീവിച്ചു പോകുമ്പോൾ നാം പിന്മാറ്റത്തിലായി പോകുന്നു. അല്ല, ദൈവം പറയാണ്, ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. അപ്പൊ പിന്മാറ്റം വരുമ്പോൾ അതിന് സൗഖ്യം ആവശ്യമാണ്. അല്ലെങ്കിൽ 5 കാര്യമാണ് വ്യക്തമായി നാം ചിന്തിച്ചത്. 1, ശരീരത്തിന് സൗഖ്യം ആവശ്യമാകുന്നു. 2, പാർക്കുന്ന ദേശത്തിന് സൗഖ്യമാകുന്നു. 3, ആത്മാവിന് സൗഖ്യം വേണം. 4, ഹൃദയത്തിന് സൗഖ്യം വേണം. 5, പിന്മാറ്റത്തിന് സൗഖ്യം വേണം. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഹൃദയത്തിൽ ഏതെങ്കിലും വിഷയത്തിൽ ഇത്രയും വിഷയങ്ങളിൽ ഹല്ലേലൂയ സൗഖ്യമില്ലാതിരിക്കുന്നെങ്കിൽ ഇന്ന് കർത്താവിനോട് പറയണം, കർത്താവേ നിന്റെ സാന്നിധ്യം ഇറങ്ങണമേ, നിന്റെ കൃപ അവിടുന്ന് വ്യാപരിക്കണമേ, സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ കരം തൊടുമാറാകണമെന്ന് ദൈവത്തോട് പറയുമ്പോൾ തീർച്ചയായും ദൈവം തൊട്ട് സൗഖ്യമാക്കുവാൻ ഇടയായിത്തീരും. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.